ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JP ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പെനിവർത്ത് എന്ന ഈ ഒരു പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഹൈഡ്രാകോട്ടയിൽ വെർട്ടിക്കുലേറ്റ എന്നാണ് ഈ പ്ലാന്റിൻ്റെ ശാസ്ത്രീയ നാമം. ഇവയുടെ ജന്മദേശം അമേരിക്കയാണ്. സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലുമെല്ലാം സാധാരണ കാണപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ ഇണങ്ങിച്ചേരുന്ന നല്ലൊരു പ്ലാന്റാണിത്. ഈ പ്ലാന്റിന് അംബർല പ്ലാന്റ് എന്നും പേരുണ്ട്. വെള്ളത്തിൻ്റെ മുകളിലായി കുടകൾ വിരിച്ചിട്ടിരിക്കുന്നത് പോലെയാണ് ഇവ നിൽക്കുന്നത്. കണ്ടേ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ കണ്ടേ, കുട വിരിച്ചിട്ടിരിക്കുന്നത് പോലെയല്ലേ ഈ പ്ലാന്റിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ. അതുകൊണ്ടാണ് ഇവയെ അംബർല പ്ലാന്റ് എന്ന് വിളിക്കപ്പെടുന്നത്. ചതുപ്പ് നിലങ്ങളിൽ വളരാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നനവ് അത്യാവശ്യമാണ്. നമുക്ക് ഒരു ദിവസം നനയ്ക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ ഭംഗി തന്നെ ഇല്ലാതായി പോകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവയ്ക്ക് പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഹോളില്ലാത്ത പോട്ട് വേണം ഇവയ്ക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇതുപോലെ കണ്ട ഹോളില്ലാത്ത ചട്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഇവയിൽ വെള്ളം എപ്പോഴും നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്ലാന്റ് അധികം കേട് വരാതെ എപ്പോഴും നല്ല ഫ്രഷായിട്ട്, ഇലകൾ എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കും. ഇവയ്ക്ക് എപ്പോഴും വെള്ളം അത്യാവശ്യമാണ്. ഇപ്പോൾ വാട്ടർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വെള്ളം എപ്പോഴും അത്യാവശ്യമാണ്. ഇവയുടെ പോട്ടി മിക്സാണ് ഈ പ്ലാന്റ് നല്ല രീതിയിൽ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവയുടെ പോട്ടി മിക്സാണ്. ഇവിടെ പോട്ടി മിക്സായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പകുതിയോളം ചാണകപ്പൊടി ഇടണം. അതിന് മുകളിലായിട്ട് ഗാർഡൻ സോയിലോ അല്ലെങ്കിൽ കൊക്കോ പിറ്റോ ഇടാവുന്നതാണ്. ഇവയ്ക്ക് എപ്പോഴും നനവ് അത്യാവശ്യമാണ്. ഇവയ്ക്ക് വളത്തിന് വേണ്ടിയാണ് നമ്മൾ ചാണകപ്പൊടി ഇടുന്നത്. ഈ ചാണകപ്പൊടി ഇടാതെ ഞാൻ നേരത്തെയൊക്കെ വെക്കുന്നത് ചാണകപ്പൊടി ഇല്ലാതെ മണ്ണിലായിരുന്നു. അങ്ങനെ വെക്കുമ്പോഴും ഇവയ്ക്ക് നല്ല വളർച്ചയൊന്നും കാണിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ ഞാൻ വെച്ചതിന് ശേഷമാണ് എനിക്കിതുപോലെ നല്ല വളർച്ചയിലൊക്കെ ഈ പ്ലാന്റ് കിട്ടി തുടങ്ങിയത്. കണ്ടിപ്പം കണ്ടോ, നല്ല ബുഷിയായിട്ടാണ് ഈ പ്ലാന്റ് ഇങ്ങനെ വളർന്നു വരുന്നത്. ഇതുപോലെ ഇങ്ങനെ വളർന്ന് നിൽക്കാൻ ഇവയ്ക്ക് പകുതിയോളം ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് വളർത്തിയ നല്ലൊരു വളർച്ച നമുക്ക് കാണിക്കുന്നതാണ്. പിന്നെ അത് കൂടാതെ NPK 19 നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ കുറച്ച് അതിൽ ഇട്ടിരിക്കുന്ന ആ സ്പൂണിൽ കുറച്ചെടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിലൊരു വളർച്ച, പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. നമുക്ക് ഇനി ഇവയുടെ പോട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവയുടെ പോട്ടി മിക്സായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗാർഡൻ സോയിലും ചാണകപ്പൊടിയുമാണ്. നമുക്ക് വേണമെങ്കിൽ ചാണകപ്പൊടിയുടെ കൂട്ടത്തിൽ കൊക്കോപീറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഹോളില്ലാത്ത ഒരു സെറാമിക്കിൻ്റെ പോട്ടാണ്. ഈ പോട്ടിലേക്ക് ആദ്യം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി ഇതിൻ്റെ പകുതിയോളം ചാണകപ്പൊടി നിറച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് മണ്ണ് അതേ അളവിൽ തന്നെ പകുതിയോളം മണ്ണ് നിറച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് പോട്ട് ചെയ്യാവുന്നതാണ്. അതിനായി ഇതുപോലെ ഒരുപാട് വേരുകളൊക്കെ വന്ന് വലിയ ബുഷിയായിട്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. വേണ്ടേ, ഇങ്ങനെയാണ് ഇത് വളർന്നു വരുന്നത്. നിറയെ വേരുകളോട് കൂടിയാണ് ഈ പ്ലാന്റ് വളർന്നു വരുന്നത്. നമുക്ക് ഇതിൽ ഒരു കുറച്ച് വേര് മതി നമുക്ക് നല്ലൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ. അതിനായിട്ട് ഞാനിപ്പം ഇതിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഇത് ഇത്രയും മതി ഒരു പോട്ടിൽ വെക്കാൻ വേണ്ടി. അപ്പം നമുക്ക് എങ്ങനെ ഇത് പോട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ട് മിക്സിലേക്ക് ഇതങ്ങ് വെക്കുക. ഇതിന് ശേഷം കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മണ്ണുമാണ് ഇട്ടിരിക്കുന്നത്. ഇത് നല്ല ബുഷിയായിട്ട് വളർന്നു വരും കേട്ടോ.
നമുക്ക് വേണമെങ്കിൽ ദാണ്ട് ഈ ഇതുപോലെ പൊങ്ങിയിരിക്കുന്ന ഇത്രയും കട്ട് ചെയ്ത് വിട്ടാൽ മതി. കട്ട് ചെയ്തിട്ടാലും ഇതിൽ നിന്നും ഈ വേരിൽ നിന്നും ഒരുപാട് മുളകൾ പൊട്ടിക്കളിക്കും. ഇനി നമുക്കിതിലേക്ക് നിരപ്പിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 10 ദിവസത്തിന് മുന്നേ നട്ടു വെച്ചൊരു പ്ലാന്റാണിത്. എനിക്കൊരു 10 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു ഈ ഒരു വളർച്ച എത്തുന്ന ഒരു പ്ലാന്റാണിത്. ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താവുന്ന ഒരു പ്ലാന്റാണ്. നമ്മൾ ഇൻഡോറായിട്ട് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെളിച്ചം അവയ്ക്ക് കിട്ടണം. ഇവയ്ക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വെളിച്ചം അത്യാവശ്യമാണ്. നല്ലൊരു വെളിച്ചം ഉള്ളിടത്തേ ഈ പ്ലാന്റ് നല്ല രീതിയിൽ വളർന്ന് നല്ലൊരു ഗ്രോത്ത് കാണിക്കുന്നുള്ളൂ. അധികം വെയിലടിക്കാത്തടത്ത് അത്യാവശ്യം വെളിച്ചം കിട്ടുന്നിടത്ത് വെച്ചാൽ നല്ല ഗ്രീൻ ആയിരിക്കും ഇവയുടെ ഇല. നമ്മുടെ ഗാർഡനിൽ നല്ലൊരു ഗ്രീനറി കൊണ്ടുവരാൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. ഇവ മാർക്കറ്റിൽ പല വെറൈറ്റികൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മുടെ കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ടുള്ളൊരു പ്ലാന്റ് ഇതാണ്. ഈ ഒരു വെറൈറ്റിയാണ് ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. പെട്ടെന്നൊരു വളർച്ച വരികയും നല്ലൊരു ഗ്രീനറി കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ വെറൈറ്റികളിലൊക്കെ മാർക്കറ്റിലുണ്ടെങ്കിലും അതിൽ എല്ലാ പ്ലാന്റ്സും ഒന്നും ഇതുപോലെ വളരുകയില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയ നല്ലൊരു പ്ലാന്റ് ഇത് തന്നെയാണ്. ഇവയുടെ വേരുകളെ റണ്ണർ എന്നാണ് പറയുന്നത്. ഇവയിൽ കുറച്ച് ഭാഗം മാത്രം മതി നല്ലൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ. എന്തുകൊണ്ടും ഈ പ്ലാന്റ് വളരെ നല്ലൊരു പ്ലാന്റാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.